സൂപ്പർ സാറാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് +1 +2 മാത്സിന്റെ എക്സാം ഒക്കെ ക്രിസ്മസിന്റെ കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ആ ഓർമ്മപ്പെടുത്തലോടുകൂടി നിങ്ങൾ മാറുകയും ചെയ്യണം. നമ്മളിപ്പോൾ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നേ ടഫായിരുന്നു. രണ്ട് എക്സാം +1 ആണെങ്കിലും +2 ആണെങ്കിലും പൊതുവെ നല്ല ടഫായിരുന്നു. പിന്നെ അതിനകത്ത് ഏകദേശം ഇച്ചിരി കൂടുതൽ വെയിറ്റ് ബുദ്ധിമുട്ട് കൂടുതൽ വെയിറ്റ് കൂടുതൽ ആർക്കാന്ന് വെച്ചാൽ +1 കുട്ടികൾക്ക് തന്നെയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. അതിന് കാരണങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പബ്ലിക് എക്സാം മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ അവർ അറ്റൻഡ് ചെയ്തത്. ഇത്ര നാൾ ഇപ്പൊ സ്കൂളിൽ നിന്നുള്ള ടെസ്റ്റ് പേപ്പറും അല്ലെങ്കിൽ ഓൺ എക്സാം ആണെങ്കിലും സ്കൂളിൽ നിന്നുള്ള ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പൊ വന്നു അങ്ങനത്തെ ബോർഡ് എക്സാം പാറ്റേൺ ആണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു എക്സാമിന് മുൻപ്. നിങ്ങൾ ഈ എക്സാമിന് ചെല്ലുമ്പോൾ പഴയ പോലെയുള്ള രീതി കൂടെ പഠിച്ചു വെച്ചാൽ പ്രശ്നമാവും. അത് തന്നെയാണ് സംഭവിച്ചത്. ഇനിയും പബ്ലിക് എക്സാം ആകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്ക് വന്ന ഒന്നാമത്തെ പ്രശ്നം ബോർഡ് എക്സാമിന്റെ രീതിയിൽ കൂടെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബോർഡിൽ നിന്ന് വന്നപ്പോൾ മീൻസ് പബ്ലിക് എക്സാമിന്റെ രീതിയിൽ കൂടെ വന്നപ്പോൾ ഇത്തിരി ഒരു ബുദ്ധിമുട്ട് വന്നു. ആ മാറ്റങ്ങൾ, ക്വസ്റ്റ്യന്റെ രീതികൾ. രണ്ട്, ഓരോ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യനും അവർ ചെയ്തിട്ട് പോലും ഇല്ല. അപ്പൊ ഇതൊക്കെ അവരെ ബുദ്ധിമുട്ടിച്ചായിരുന്നു. പിന്നെ അറിയാവുന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴോ അത് ഇത്തിരി ടഫുമായി. ഇപ്പൊ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ആകെ പ്രശ്നമായി. നെക്സ്റ്റ് +2ന്റെ കാര്യം പറയുമ്പോൾ ഒരു പൊതുവെ ബുദ്ധിമുട്ടെന്ന് പറയാൻ അവർക്കും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മെയിൻ ആയിട്ട് അവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ +2ലെ ഈ ടോപ്പിക്സുകളൊക്കെ ഇപ്പൊ പഠിപ്പിച്ചു തീർത്തത് വളരെ സ്പീഡായിരുന്നു. വന്ദേ ഭാരത് ട്രെയിൻ പോകുന്ന പോലെ ആയിരുന്നു ക്ലാസ്സിലെ പഠിപ്പീരും കാര്യങ്ങളൊക്കെ. നമ്മൾ കണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ കണ്ടു, അത്രേ ഉള്ളൂ. ഒന്നുമേ നിന്ന് കാണാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. വണ്ടി നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുമ്പം ട്രെയിനൊക്കെ പോകുന്നില്ലയോ, നിർത്താതെ ആ സ്റ്റേഷൻ നിർത്താതെ അവരൊറ്റ പോക്ക. അതേപോലെ ആയിരുന്നു ക്ലാസ്സിലെ ഓരോ ചാപ്റ്റേഴ്സും തീർത്തത്. കുട്ടികൾ അറിഞ്ഞുപോലും ഇല്ല ഏത് ചാപ്റ്ററാണ് തീർന്നെന്ന്. നമ്മൾ പിന്നെ ചോദിക്കും ഏത് ട്രെയിനാണ് പോയത്, അപ്പൊ അവര് പറയും അങ്ങനെയാ, ഏത് ചാപ്റ്ററാണ് തീർത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ആ പരിചയമേ അവർക്ക് കിട്ടിയുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ +2 കുട്ടികൾക്ക് ഉണ്ടായ സംഭവങ്ങൾ. ഇനിയും ഇതൊക്കെ ടീച്ചേഴ്സിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഒത്തിരി ജോലികൾ അവിടുത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനോ നിൽക്കാനോ സമയമില്ലാത്ത ജോലികളുണ്ട് തീർക്കാൻ. അപ്പൊ അതിനിടയ്ക്ക് പഠിപ്പീരെന്നൊക്കെ പറയുന്നത് നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ അത്ര ഈസി അല്ല. അപ്പൊ നിങ്ങളാണ് ഇതിനുള്ളിൽ ഇനിയും ആക്ട് ചെയ്യേണ്ട ആക്ടേഴ്സ്. നിങ്ങളാണ്. നിങ്ങൾ എന്തുമാത്രം. അപ്പൊ നിങ്ങൾ എനിക്ക് ഇനി ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ തന്നെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ആര് ചെയ്യും? നിങ്ങൾ ചെയ്യണം. നിങ്ങൾ അതിനുവേണ്ടി മാറണം ഇനിയുള്ള സമയം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ടഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ? ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ അന്നല്ലേ, അന്നത്തെ കുട്ടികൾ പഠിച്ചില്ലേ അത്? ഇപ്പോഴത്തെ കുട്ടികൾക്കാണോ പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണോ? പഠിക്കാൻ സമയമില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് മാറ്റാൻ പറ്റില്ല. പഠിക്കാൻ സമയമുള്ളവരും പഠിക്കുന്നവരും ഉണ്ട്. അപ്പൊ നിങ്ങളും അതിനോടൊപ്പം വളർന്നു വന്നില്ലെങ്കിൽ നമ്മളുടെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രശ്നമാവും. അപ്പൊ ഞാൻ അതിലോട്ടാണ് വരാൻ പോകുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ഇങ്ങനെ ഒരു മാറ്റം വന്നത്? ടഫ് എന്ന് പറയുന്നത് ഒരു മാറ്റത്തിൽ കൂടിയാണല്ലോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് നിർത്തുന്നില്ലല്ലോ. ആരും +1ഉം +2ഉം കൊണ്ട് പഠിത്തം നിർത്തുവാണോ? ജോലി കിട്ടാൻ വേണ്ടിയുള്ളതായിട്ടൊന്നും ഇല്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി കോഴ്സുകൾ പഠിക്കണ്ടായോ? ആ കോഴ്സ് ഹയർ സെക്കൻഡറി എന്നുള്ള കോഴ്സാണോ? ഹയർ സെക്കൻഡറി ബോർഡുകാരാണ് നടത്തുന്നത്? അല്ല, വേറെ യൂണിവേഴ്സിറ്റിയിലോട്ട് നമ്മൾ മാറുകയാണ്. ആ യൂണിവേഴ്സിറ്റിക്ക് ആ അനുസൃതമായിട്ട് അതിന് രീതിയിൽ കൂടെ സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ കൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവ്, അവിടുത്തെ കോഴ്സ് പഠിക്കാനുള്ള കഴിവുണ്ടാവണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് ഇനി രക്ഷപ്പെട്ട ഒരു ജോലിയിലേക്കുള്ള രീതിയിൽ കൂടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അതിനുള്ള രീതിയിൽ കൂടെയാണ് ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യന്റെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇനിയും പല കോഴ്സുകൾക്കും പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രിക്ക് പോകണമെങ്കിൽ പോലും CUET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ഉണ്ട്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. അതിപ്പം ഇന്ത്യയിൽ ഫുള്ള് ആകാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ പതുക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. പല യൂണിവേഴ്സിറ്റികളിലും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നും കുട്ടികൾ അറിയുന്നില്ല. എങ്ങനെയാണ് അടുത്ത വർഷത്തെ ക്ലാസ്സുകളോ അടുത്ത വർഷം ഞാൻ പോകുന്നത്, +2കാരാ പ്രത്യേകിച്ച് ഏത് കോഴ്സിനാ പോകുന്നതിനെ കുറിച്ചൊന്നും വലിയൊരു കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പോകുന്ന വഴി പോട്ടെന്നുള്ള രീതിയിൽ കൂടെയാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 3-4-5 വർഷത്തിനും ഈ 2 വർഷം മുമ്പ് ഉള്ള കുറെ വർഷങ്ങൾ, 2 വർഷത്തിന് മുമ്പുള്ള കുറെ വർഷങ്ങൾ വളരെ ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻസുകൾ, വളരെ ഈസി.
ആ പാറ്റേണിലാണ് എല്ലാവരും പഠിച്ചുകൊണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? എക്സാമിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ, മണിക്കൂറുകൾ നന്നായിട്ടൊക്കെ പഠിക്കും. അതൊക്കെ വരികയും ചെയ്യും, അതൊക്കെ എഴുതുകയും ചെയ്യും, നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. ആ പണി മാറ്റി, ആ പരിപാടി മാറ്റി എന്ന് തന്നെ പ്രത്യേകിച്ച് പറയാം. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്ത് മാർക്ക് കിട്ടണമെങ്കിൽ ഈ നമ്മുടെ ഉറപ്പായിട്ടൊരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ വരുമെന്ന് ഉണ്ടെങ്കിൽ പോലും അത് അത്ര നിസ്സാരമായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത്ര ടഫായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ചെറിയ ചോദ്യങ്ങളെ വെച്ച് വലിയ മീനെ പിടിക്കത്തില്ല, ചെറിയ ചൂണ്ടയിട്ട് വലിയ, അത് നടക്കില്ല എന്ന് ചുരുക്കം. ഇനി നിങ്ങൾ നന്നായിട്ട് മാറാൻ തയ്യാറായില്ലെങ്കിൽ പണി പാടുക എന്ന് പറഞ്ഞാൽ തോറ്റുപോകാൻ വരെ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ നമ്മൾ എത്ര കുട്ടികൾ തോറ്റു പ്ലസ് ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ നമ്പറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ കേട്ടാലും എന്തുമാത്രമാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, 80,000 80,000 നിങ്ങൾ ചോദിക്കുക, 80,000 പ്ലസ് ടു സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ വർഷം ഫെയിലായത്. ഈ രീതിയിൽ കൂടെ പോവുകയാണെങ്കിൽ ഈ വർഷം 1,00,000-അടുത്തെത്തും. 1,00,000-അടുത്തെത്തുക എന്നൊക്കെ പറഞ്ഞാൽ 4 ചോദിക്കുകയും 1,00,000 വീട്ടുകാരുടെ വീട്ടിലുണ്ടാകുന്ന വിഷമങ്ങൾ, അവർക്ക് അടുത്ത കോഴ്സിന് പോകാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങൾ, എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ആ വീട്ടിൽ. അപ്പൊ അത് ഞാൻ പറയുന്നത്, നിങ്ങൾ ആണ് ഇനി ഇതിന്റെ താരങ്ങൾ. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നിങ്ങളൊന്ന് മാറാൻ നന്നായിട്ട് ശ്രമിച്ചേ പറ്റൂ. പ്ലസ് വണ്ണിന്റെ കാര്യം പറയുമ്പോൾ പ്ലസ് വൺ കുട്ടികളോട് പറയാനുള്ളത്, പ്ലസ് വൺ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഓക്കെ, നിങ്ങൾ ഇപ്പോഴും പഠിക്കുന്ന ടൈം പോരാന്ന് തന്നെ ഞാൻ പറയുന്നത്. കുട്ടികൾ പഠിക്കുന്നവരുണ്ടാവും. ഞാനൊരു കോമൺ ആയിട്ടുള്ള വഴിയാണ് പറയുന്നത്, കോമൺ ആയിട്ടുള്ള രീതിയാണ് പറയുന്നത്. പഠിക്കുന്ന സമയം നിങ്ങൾ ഇത്തിരി കൂട്ടിയേ പറ്റൂ. പഠിക്കുന്ന ചോദ്യങ്ങളുടെ ആ സ്ട്രക്ചർ, ആ സിമ്പിൾ ക്വസ്റ്റ്യൻസുകൾ എന്നുള്ളത് മാറ്റി ഇത്തിരി എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ ഓരോ ചാപ്റ്ററിൽ നിന്നും പറ്റുന്നത്, നിങ്ങൾക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ നിന്നും കളക്ട് ചെയ്ത് പഠിച്ചേ പറ്റൂ. കാരണം ആ മാറ്റങ്ങൾ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പൊ പല ക്വസ്റ്റ്യൻസുകളും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പല ക്വസ്റ്റ്യൻസുകളും നമുക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതാ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണ്ടേ? നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ രീതിയിൽ കൂടി ഇനി ക്വസ്റ്റ്യൻ മാറുമെന്ന് ഒട്ടും അങ്ങനെ പ്രതീക്ഷിക്കല്ലേ. നിങ്ങൾ മാറി ക്വസ്റ്റ്യനിലോട്ട് അടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ഇൻഫിനിറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു. നിങ്ങളെന്ന് പറയുന്ന വേരിയബിൾ അങ്ങോട്ട് അടുക്കാനേ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഇനി സിമ്പിളായിട്ട് നിങ്ങളോട്ട് അടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ വന്നിട്ട് കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിയേക്കണം മക്കളെ. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഒരു എൻട്രൻസിനൊക്കെ പോകുമ്പോൾ നമ്മുടെ എത്ര കുട്ടികൾ എൻട്രൻസ് പാസ്സാവുന്നു എന്നുള്ളതുകൂടെ നിങ്ങൾ നോക്കണം. ഒരു ഓൾ ഇന്ത്യ എൻട്രൻസ് നമുക്ക് എന്തായാലും എഴുതിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഓൾ കേരളം നോക്കിയിട്ട് കാര്യമില്ല, എല്ലാവരും വെളിയിൽ പോകാനിരിക്കുക. അപ്പോൾ ഓൾ ഇന്ത്യ എക്സാം എഴുതുമ്പോൾ അവിടെ നിങ്ങൾക്ക് പാസ്സാവുന്നവരുടെ എണ്ണം നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ആ പേരെ നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഗവൺമെന്റ്. നിങ്ങളിപ്പോൾ അതിനോടൊന്ന് സഹകരിക്കുക. നിങ്ങളല്ലാതെ ലാസ്റ്റ് നിമിഷത്തിൽ പഠിക്കുന്നതും അതുവരെ ഉഴപ്പി നടന്നിട്ട് ആ രീതിയൊക്കെ മാറ്റിയാൽ നല്ലത്. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും സന്തോഷിക്കാനുള്ള ഭാഗം നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ മാറിയാൽ. അതുകൊണ്ട് ഇന്നത്തെ ഈ സമയം തൊട്ട് നിങ്ങൾ പഠിത്തത്തിന്റെ സ്ട്രക്ചർ മാറ്റുക, ടൈമിംഗ് മാറ്റുക, ടൈം എക്സ്റ്റൻഷൻ നടത്തുക, പഠിക്കാൻ എക്സ്ട്രാ എപ്പോഴൊക്കെ പറ്റുമെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഇനിയുള്ള സമയം മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്ത് ഇനിയുള്ള സമയം പഠിക്കാനുള്ള ഇനിയുണ്ടല്ലോ കുറെ പഠിപ്പിക്കാൻ, അത് പഠിക്കുകയും പഴയ കാര്യങ്ങൾ അതൊക്കെ പഠിക്കാനുണ്ടല്ലോ. പഴയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കുന്നത്. പിന്നെ ഈ എക്സാമിന് ഏതൊക്കെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് വലിയ മാർക്ക്. ഇപ്പൊ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്സ് ഉണ്ട്, ഏത് ചാപ്റ്ററാണ് അത്, ഏത് ക്വസ്റ്റ്യൻസുകളാണ് പൊതുവെ വരാറുള്ളത്, ഇതെല്ലാം അറിഞ്ഞ് വേണം പഠിക്കാൻ. അപ്പൊ എന്ത് സമയം വേണം നിങ്ങളെന്ന് ചോദിക്കുക. ഇത്രയും സമയമുള്ള വേണ്ടവര് എങ്ങനെ പിന്നെ പഠിക്കാതെ നടക്കുന്നു? അങ്ങനെ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ബോറടിക്കും. അപ്പൊ എല്ലാവരും ഈ സമയം തൊട്ട് മാറാൻ ശ്രമിക്കുക. ഇപ്പോഴൊരു ശപഥം നടത്തിക്കണം, പറയത്തില്ലയോ, ഇന്ന് തൊട്ട് ഞാൻ നന്നായിട്ട് പഠിക്കും എന്നൊന്ന് ഉറച്ചൊരു തീരുമാനം എടുത്തോണ്ട് തുടങ്ങിയ മക്കളെ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇതിൻ്റെ ഇങ്ങനെ മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതും അതേപോലെ പുതിയ കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ കൂടെ വരും. എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സാം എടുക്കുമ്പോൾ എക്സാമിന് വേണ്ട കാര്യങ്ങളും അതിനുവേണ്ട ഹോൾ ടിക്കറ്റ്സിന്റെ കാര്യങ്ങളും എല്ലാം ഈ ചാനലിൽ കൂടെ ഏറ്റവും മുന്നിൽ ഫസ്റ്റായിട്ട് എത്തും, ഏറ്റവും കറക്റ്റായിട്ട്. പിന്നെ ക്ലാസ്സുകളെല്ലാം
കറക്റ്റ് ആയിട്ട് വന്നിരിക്കും. പിന്നെ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഒട്ടും മടിക്കേണ്ട മക്കളെ, നന്നായിട്ടുള്ള ക്ലാസ് തന്നുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ടുള്ള ക്ലാസ് കിട്ടും. ഓക്കെ, ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയല്ലോ, മനസ്സുകൊണ്ടും എല്ലാം ഒന്ന് റെഡി ആയല്ലോ, പോയി പഠിച്ചു തുടങ്ങിക്കോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.